കാവുകളുടെയും തെയ്യങ്ങളുടെയും നാടാണ് വടക്കൻ മലബാർ. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കിടയിലെ കേന്ദ്രഭരണ പ്രദേശമായ മാഹി പള്ളൂരിലെ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രത്തിൽ 38 ശാസ്തപ്പൻ തെയ്യങ്ങൾ ഒരേ സമയം കെട്ടിയാടിയത് ഭക്തരിൽ അത്ഭുത കാഴ്ചയൊരുക്കി. വടക്കൻ കേരളത്തിന് ഇത് കളിയാട്ടങ്ങളുടെ കാലമാണ്. ദേശങ്ങൾ ഒന്നിക്കുന്ന ആഘോഷക്കാലം. ഉറഞ്ഞുതുള്ളുന്ന തെയ്യങ്ങളും കൊട്ടിക്കയറുന്ന മേളവും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചക്കാരെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്ന ആഘോഷ പെരുമ. കേന്ദ്രഭരണ പ്രദേശമായ മാഹി പള്ളൂരിലെ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രത്തിലെ ആണ്ടുതിറ ഭക്തർക്ക് ഇത്തവണ അത്ഭുത കാഴ്ചയാണ് സമ്മാനിച്ചത്. 38 കുട്ടിച്ചാത്തന്മാർ ഒന്നിച്ചിറങ്ങിയ ധന്യനിമിഷം. ഇവിടെ പ്രധാനമായിട്ടും ശാസ്തപ്പൻ തെയ്യമാണുള്ളത് കെട്ടിയാടുന്നത്. അത് 40ഓളം തെയ്യങ്ങൾ ഒരേ സമയത്ത് കെട്ടിയാടുന്ന മലബാറിലെ ആകെ ഒരേ ഒരു ക്ഷേത്രം കോയ്യോടൻ കോറോത്ത് ക്ഷേത്രം മാത്രമാണ്. അത് ജനങ്ങൾക്ക് അത്രയേറെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ നേർച്ചയായിട്ട് ഈ തെയ്യങ്ങൾ കെട്ടിയാടാൻ കഴിയുന്നത്. നേർച്ചയായാണ് ശാസ്തപ്പൻ തെയ്യമായ കുട്ടിച്ചാത്തന്മാർ തെയ്യപ്പറമ്പിൽ ഉറഞ്ഞു തുള്ളിയത്. ഇത്രയും തെയ്യങ്ങൾ ഒന്നിച്ചിറങ്ങുന്നത് തെയ്യാട്ടങ്ങളിൽ അപൂർവം. വിളിച്ചാൽ വിളിയേൽക്കുന്ന ഒരു ദൈവമാണ് കുട്ടിശാസ്ത്രപ്പൻ ദൈവം. അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് കെട്ടിയാടുന്നത്. ഇത് കാണുവാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും ഫ്രാൻസ്, അമേരിക്ക, ലണ്ടൻ, പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള ജില്ലകൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു ചേരുന്നുണ്ട്. 600-ലേറെ വർഷം പഴക്കമുള്ളതാണ് കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രം. വിഷ്ണുമൂർത്തിയും ഖണ്ഡാകർണനും ഗുളികനും ഉച്ചിട്ട ഭഗവതിയുമെല്ലാം ഇവിടെ കെട്ടിയാടുന്നുണ്ട്. അഗ്നിസ്വരൂപിണിയായ ഭഗവതിക്ക് അഗ്നി കൊണ്ട് സിംഹാസനം തീർക്കുന്ന മേലേരിയും തെയ്യാട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കളിയാട്ടങ്ങൾ ദേശങ്ങളെ ഒന്നിപ്പിക്കുന്ന കൂട്ടായ്മയുടെ ആഘോഷമാണ്. ഐതിഹ്യങ്ങളെയും ആചാരങ്ങളെയും നിലനിർത്തി ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ആനന്ദ കൂട്ടായ്മ. മാഹി പള്ളൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.